ഹായ്, എല്ലാവർക്കും ക്ലാസ്സിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ്. നമ്മളെങ്ങനെ എണ്ണ കാച്ചാറ്, ആ എണ്ണ ജസ്റ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിൽ ചേർക്കാറുണ്ട്, പിന്നെ ഓയിൽ ചെയ്യണ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരാറുണ്ട്. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങി. സോ എനിക്ക് നല്ല എണ്ണയായിട്ട് തോന്നി. പിന്നെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ് ഞാൻ ഇതുവരെയൊക്കെ ഉപയോഗിച്ചിരുന്നത്. 1-2 മിസ്സായിട്ടുണ്ട്, 1-2 പുതിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് മിസ്സാക്കാതെ കാണുക. നല്ലൊരു എണ്ണയാണ്. ഞാൻ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു ഇൻട്രോ ഭാഗം എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വേഷത്തിലെടുത്തത്. അപ്പോൾ വീഡിയോ മിസ്സാക്കാതെ കണ്ടു നോക്കുക. ഈ ഒരു എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ചെമ്പരത്തി തന്നെയാണ് കേട്ടോ. ആ ചെമ്പരത്തിയും മൈലാഞ്ചി ഇലയും, അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല, പിന്നെ തുളസി, പിന്നെ കറ്റാർവാഴ, പിന്നെ നമ്മുടെ വീപ്പില ചക്കണ വീപ്പ് അല്ലെങ്കിൽ ആര്യവീപ്പ്, പിന്നെ നമ്മൾ ആര്യവീപ്പ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മൾ കറി ലീഫ്, നമ്മുടെ വീപ്പില, അത്രയും കാര്യങ്ങളാണ് എല്ലാമൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്പൈസസ് ആയിട്ട് ക്ലോവ്സ്, അതായത് കരയാമ്പൂ, പിന്നെ നമ്മുടെ കരിഞ്ചീരകം, നല്ല ജീരകം കുറച്ച്, പിന്നെ നമ്മുടെ ഉലുവ ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെ നന്നായി കഴുകിയിട്ട് നമ്മുടെ പച്ച ഇലകളൊക്കെ, അതായത് നമ്മുടെ കറ്റാർവാഴയും ഇലകൾ, നമ്മുടെ ചെമ്പരത്തി, മൈലാഞ്ചി ഇല, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും, അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക, 1 നെല്ലിക്ക 2 നെല്ലിക്ക നന്നായിട്ട് 2 കൂടി ചതച്ചെടുത്തതാണ്, അതും മാറ്റി വെച്ചു. ഇത് നമ്മൾ വിറകൊക്കെ കത്തിച്ചിട്ട് നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉരുളിയിലാണ് എണ്ണ കാച്ചിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ, നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഞാൻ 1/2 ലിറ്ററോളം ഒഴിച്ചു കൊടുത്തു. അധികം ഉണ്ടാക്കുന്നില്ല, ചെറിയ കുപ്പിക്കുള്ള അളവിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും ഞാൻ എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സ്പൈസസ് ആണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ജീരകം അവസാനം മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. അത് ഒരിക്കലും ഒരുമിച്ചിടരുത്, അവസാനം ഇട്ട് കൊടുക്കണമെന്ന് അമ്മാമ്മ പറഞ്ഞതാട്ടോ, ഇവിടുത്തെ അമ്മാമ്മ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകവും ഇട്ടിട്ട് എണ്ണ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് കളറ് മാറിയപ്പോൾ നമ്മുടെ കരയാമ്പൂ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് സെറ്റായി, ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മുടെ പച്ചമരുന്നുകൾ, അതായത് എല്ലാ ഇലക്കൂട്ടുകളും ഇതൊക്കെ കൂടി അരച്ചത് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ പൂവുണ്ടല്ലോ, ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് കൊടുക്കരുത്. ചെമ്പരത്തിയുടെ പൂവ് നമ്മുടെ എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഈ ഒരു കളറൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയപ്പോൾ ഞാൻ നമ്മുടെ പച്ചമരുന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മളത് ഒരു ഏകദേശം ഒന്ന് എന്താ പറയുക, മുരിഞ്ഞ കുറച്ചൊരു കളർ മാറി അതൊരു മണൽത്തരിയുടെ ഒരു ഇതാവും. നമ്മളത് തൊടുമ്പോൾ അതിങ്ങനെ പിരിപിരി എന്നുള്ളൊരു പാകമാകുമ്പോൾ നമ്മളിത് നിർത്തണം. അതാണ് ഇതിൻ്റെ ആ ഒരു മൂപ്പ് നോക്കുന്ന ഒരു സ്റ്റൈല്. നമ്മൾ ഇങ്ങനെ തിളച്ച് സെറ്റായി ഈ തിള ഒന്ന് മാറി വന്നിട്ട് വേണം നമ്മുടെ ചെമ്പരത്തി പൂവ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഈ ഒരു പച്ചമരുന്ന് ചേർത്ത് ഒന്ന് ഇതായതിന് ശേഷമാണ് ഞാൻ നമ്മുടെ വെളുത്തുള്ളില്ല, ചെറിയുള്ളി, അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക, ആമ്പലയും കൂടിയിട്ട് ചതച്ചിട്ടത് ചേർത്ത് കൊടുത്തു. ഞാൻ നന്നായി അത്
ഇളക്കി സെറ്റാക്കി എടുത്തിട്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതൊന്ന് തിളച്ച് ഒന്ന് മാറി ഒരു ചെറിയൊരു പരിവാകുമ്പോഴാണ് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുത്തത്. ഈ ഒരു എണ്ണ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഈ ചട്ടിയിൽ തന്നെ 7 ദിവസം സൂക്ഷിച്ചു വെച്ചു, അതേപോലെ അടച്ചു വെച്ച്. അപ്പോൾ ഇതിൻ്റെ അതൊക്കെ എനിക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ഇതിൻ്റെ ഒക്കെ ആ ഒരു ആഴ്ന്നിറങ്ങിയിട്ട് നമുക്ക് നല്ല എണ്ണയായിട്ട് കിട്ടൂട്ടോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റാണ്. ഇത്രയും പൂവുണ്ടായിരുന്നു ചെമ്പരത്തിപ്പൂവ്. ഈ തിളന്ന് മാറി ഒരു മീഡിയം ഇതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പൂവും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. നമ്മുടെ എണ്ണ മൂത്ത് കറുത്ത കളറാവരുത് കേട്ടോ, ചെറിയ ഒരു പച്ച കളറ് കാണണം, ഒരു ഗോൾഡൻ കളർ, അങ്ങനത്തെ ഒരു പരിവാകുമ്പോൾ നമ്മൾ നിർത്തണം. ഇങ്ങനെ ഞാൻ 7 ദിവസം എടുത്ത് വെച്ചിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ ആ എണ്ണയിൽ അതങ്ങോട്ട് നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഇലകളുടെ ഉള്ളിൽ. എന്നിട്ട് ഞാൻ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. അരിച്ച് നന്നായി പിഴിഞ്ഞ് ഒരു കുപ്പിയോളം, നമ്മുടെ ബൂസ്റ്റിൻ്റെ കുപ്പി ഫുള്ളുണ്ടായിരുന്നു. പിന്നെ ഞാനത് നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിലേക്കാണ് സൂക്ഷിച്ചു വെച്ചത് കേട്ടോ. ഇതേ കണ്ട പച്ച കളറ് ആ ഒരു ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എണ്ണ മാത്രമല്ല എടുക്കണ്ട, ചണ്ടി തന്നെയല്ലേ പറയും, അത് ഇങ്ങനെ എടുത്ത് ഇതാക്കിയിട്ട്, കാരണം അതിലേക്ക് ആ എണ്ണ ആഴ്ന്നിറങ്ങിണ്ടാവും. അത് ഫുള്ള് നമ്മളിവിടെ കുടിക്കുക എന്നൊക്കെ പറയും, എണ്ണ കുടിക്കുക എന്ന് പറയും. അങ്ങനെ അത് ഇതാക്കിയതിന് ശേഷം ഇങ്ങനെ പിഴിയുമ്പോൾ നന്നായി എണ്ണ കിട്ടും കേട്ടോ. നന്നായി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മളത് സ്റ്റോർ ചെയ്യുക. ഇത് 7 ദിവസം വെച്ച കാരണം നല്ല കട്ടിയിൽ നല്ല ഇതിൽ കിട്ടി. നമ്മളിത് ആഴ്ചയിൽ 3 ദിവസമൊക്കെ കൂടുമ്പോൾ തലയിൽ നന്നായി അപ്ലൈ ചെയ്യുക. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഒരു കുപ്പിയോളം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ റോസ്മേരി ലീവ്സ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, അപ്പോൾ അത് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതേ റോസ്മേരി ലീവ്സ് എനിക്ക് കിട്ടി. അപ്പം ഞാൻ 2 ടീസ്പൂൺ അതിൽ ഈ എണ്ണയിൽ ഇട്ട് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ആക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ